പ്രണയിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് എപ്പോഴും നിന്നെ കാണണം, ആ വ്യക്തി നിനക്കും എപ്പോഴും കാണണം. മാം എങ്ങനെയാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്? ആ സ്റ്റോറി ഒന്ന് നറേറ്റ് ആവും, കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, ഞാൻ പറയാം. അന്നൊരു പബ്ലിക് ഹോളിഡേ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു മീറ്റിംഗിൽ വെച്ചിട്ടാണ്. എൻ്റെ കസിനാണ് എന്നെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ അവൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, നിനക്ക് ഇവൻ്റെ സ്വഭാവമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയാൽ നീ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. കാരണം ആൾ ഭയങ്കര ഹെൽപ്പിംഗ് മൈൻഡഡ് ആണ്. ആൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ പിന്നെ ആ വ്യക്തിയായിട്ട് ഫ്രണ്ട്ലി ആവും, പിന്നെ മറക്കത്തില്ല, എന്താവശ്യം ഉണ്ടെങ്കിലും ഓടിയെത്തും. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഒന്ന് കാണട്ടോ എന്ന് പുള്ളി പറഞ്ഞിരുന്നു. അപ്പം ഞാൻ കാണാമെന്ന് പറഞ്ഞു പരിചയപ്പെട്ടപ്പോൾ. അത് ഞങ്ങൾ പിരിഞ്ഞു പോയി. അപ്പം ഇൻ ബിറ്റ്വീൻ ഹി ഡിഡ്ന്റ് കോൾ മീ. അതുകൊണ്ട് ഞാൻ പിന്നെ കുറേ നാൾ ആളുടെ അഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ മറന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ അവസ്ഥയാണെങ്കിൽ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. ഐ വാസ് സോ ഡെസ്പറേറ്റഡ് that my life was almost shattered. I have no hope for the future. I was all alone, full of anxiety, fear, emptiness. എല്ലാം എന്നെ ഭരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്തു, ഫൈനലി I decided to commit suicide. അങ്ങനെ ഞാൻ മുറിയിൽ കയറി വാതിലടച്ചു. ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ചില നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ്. അപ്പം ഞാനത് എടുത്തു. ഞാൻ മറന്നുപോയ വ്യക്തി എന്നെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. അപ്പം എന്നോട് ചോദിച്ചു, നീ ഇപ്പോൾ അവിടെ എന്താ ചെയ്യാൻ പോകുന്നേ? ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിയണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ആക്ച്വലി ഐ വാസ് ടേക്കൺ എബാക്ക്. ഞാനിങ്ങനെ ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഐ ക്യാൻ ഹെൽപ്പ് യു ടു കം ഔട്ട് ഫ്രം ദ പ്രസന്റ് സിറ്റുവേഷൻ ദാറ്റ് യു ആർ ഫേസിങ് നൗ. അപ്പം ഡോണ്ട് വറി, വാട്ട് എവർ ഇറ്റ് മേ ബി, ട്രസ്റ്റ് മീ എന്ന് പറഞ്ഞു. നാളെ കാണട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു പുള്ളി അപ്പം തന്നെ. അപ്പം ഞാൻ അങ്ങ് സ്തംഭിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇത് ആരാ പറഞ്ഞു? ആർക്കും ഇങ്ങനെ ഒരു സംഭവം അറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാ പുള്ളി ഇത് അറിഞ്ഞേ എന്നുള്ളൊരു ചിന്തയിലായി. പിന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് ഈ പുള്ളിയെ കാണണം എന്നുള്ള ചിന്തയായി. ആരാ ഇത് പറഞ്ഞതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അങ്ങനെ പിറ്റേ ദിവസം പുള്ളി എന്നെ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തു. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. ഞാനിങ്ങനെ സ്തംഭിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പുള്ളിയെ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടോണ്ട്, ഞാൻ എൻ്റെ ഒരു കാര്യങ്ങളോ ഒരു ആവശ്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞില്ല. എല്ലാം ഞാൻ വളരെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഇരുന്നപ്പോൾ വളരെ സന്തോഷ സമാധാനമായിരുന്നു എനിക്ക് ആ സമയത്ത്. എന്തോ ഒരു വലിയ ഭാരമൊക്കെ അങ്ങ് നീങ്ങിപ്പോയ പോലെ. ഭയങ്കരമായിട്ട് എൻ്റെ ലോൺലിനെസ് മാറിപ്പോയി, എൻ്റെ എംപ്റ്റിനെസ് മാറിപ്പോയി. ഭയങ്കര സന്തോഷ സമാധാനവും. അങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് വളരെ നേരം ഇരുന്നു. അത് സച്ച് ആൻ അമേസിങ് പേഴ്സണാലിറ്റി ഹി ഹാസ്. ആള് ഭയങ്കര റിച്ച് ആണ്, ഭയങ്കര പോപ്പുലർ ആണ്, ഫെയിം ആണ്, ഒത്തിരി ഫാൻസ് ഉണ്ട്, ഭയങ്കര ഹാൻസം, എക്സ്ട്രാ ഡീസൻറ്റ് ഫെല്ലോ. രാത്രിയും പകലും നമുക്ക് കണ്ണടച്ച പുള്ളിയുടെ കൂടെ എവിടെ വേണേലും പോവാം. അത്രയ്ക്കും എല്ലാ ഒരു ഗുണങ്ങളും തികഞ്ഞ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. അത്രയും നല്ലൊരു ക്യാരക്ടറാണ് പുള്ളിയുടെ. അങ്ങനെ പുള്ളിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ പറ്റി ഇപ്പം എന്താ തോന്നുന്ന വികാരം, അത് പാടാവോന്ന് ചോദിച്ചു. ഞാൻ പാടാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പാടി, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേൽ ഇഷ്ടമായി നിന്നെ പുണ്യമേ. അങ്ങനെ ഞങ്ങൾ ചിരിച്ചും കളിച്ചും കുറെ ദൂരം മുന്നോട്ട് പോയി. പുള്ളിയുടെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ചെയ്യാമോ? ഞാൻ പറയാം.
പുള്ളി ഒരു ദിവസം എന്നെ ഔട്ടിങ്ങിന് വിളിച്ചായിരുന്നു. അപ്പം ഞങ്ങൾ അന്നൊരു ഫ്ലവർ ഷോയ്ക്കാണ് പോയത്. ഫ്ലവർ ഷോയ്ക്ക് പോയി അവിടെ ഇങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഒരു സ്റ്റാളിൽ നിന്ന് കുറേ ആളുകൾ കുറേ ചെടികളും വിത്തുകളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ചെന്ന് നോക്കി. ഞാനും ഒന്ന് രണ്ട്, അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഞാനും ഒന്ന് രണ്ട് ചെറിയ ചെടികളൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ പുള്ളി വേഗം പെട്ടെന്ന് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അയ്യോ ഈ എടുക്കല്ലേ, അവിടെ ആരും ഇല്ല സ്റ്റോളിൽ. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അല്ല, എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാമെന്ന് പറഞ്ഞു. ഞാനത് അവിടെ ഇട്ടു. ഞാൻ പൈസ കൊടുക്കാൻ പോയപ്പോൾ തന്നെ പുള്ളി അത് എവിടെന്നോ മേടിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോകുന്ന വഴിക്ക് ലുലുമാളിൽ കയറിയായിരുന്നു. അപ്പോൾ അവിടെ ഇതിൽ റാക്കിൽ കൂടെ നടന്നു പോകുമ്പോൾ, അതിനിടയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ആരുടെയോ കൈ തട്ടിയിട്ട് ഒരു പാക്കറ്റ് എൻ്റെ മുന്നിൽ വന്ന് വീണു. ഒരു ക്രിസ്പി പാക്കറ്റ്, ഒരു ബിസ്ക്കറ്റ് ആണോ നൂഡിൽസ് ആണോ എന്ന് അറിയില്ല. എന്തായാലും ഞാനത് ചവിട്ടിയാൽ അത് പൊടിഞ്ഞു പോകും. അപ്പം ഞാൻ പുള്ളിയെ നോക്കി, പുള്ളി എന്നെയും നോക്കി. ഞാനത് എടുത്തു വയ്ക്കുന്നതിന് പകരം ഞാൻ കാല് കവച്ച് വെച്ചിട്ട് ഞാനങ്ങോട്ട് നടന്നുപോയി. അപ്പം ഞാനങ്ങ് നടന്ന് അങ്ങോട്ട് പോയപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ പുള്ളിയെ കാണുന്നില്ല. പുള്ളി അപ്പോൾ അത് എടുത്തിട്ട് ആ കറക്റ്റ് പാക്കറ്റ് എവിടെയാണ് ഇരുന്നിരുന്നത് അവിടെ കൊണ്ട് തിരിച്ചു വെച്ചിട്ട് വന്നു. അപ്പം എൻ്റെ ഉള്ളിൽ ഒരു റിഗ്രറ്റ് തോന്നിയായിരുന്നു, ഞാനത് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു. പക്ഷെ പുള്ളി ഒന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. തിരിച്ചു വരുന്ന വഴി ഒരു പെട്രോൾ ബങ്കിൽ കയറിയായിരുന്നു. അപ്പം അവിടെ ഞങ്ങളോട് ആ പുള്ളി പറഞ്ഞു കുറച്ച് മുന്നിലോട്ട് കാറ് ഇടാൻ പറഞ്ഞു. ഞങ്ങൾ കുറച്ച് മുന്നിലേക്ക് ഇട്ടപ്പോൾ പിന്നിൽ വന്ന ഒരു കാറിൽ അവൻ വേഗം പെട്രോൾ അടിച്ചു കൊടുത്തു. അതുകൊണ്ടപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാൻ ഓർത്തത് ഇത് നമ്മളോട് മുന്നിലേക്ക് ഇടാൻ പറഞ്ഞു, നമ്മൾ ഇട്ടപ്പോൾ ബാക്കിൽ വന്ന ആൾക്ക് പെട്രോൾ അടിച്ചു കൊടുത്തേക്കുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അത് സാരമില്ല, ക്ഷമിക്ക്, ഒരു ഇത്തിരി നേരമല്ലേ ഉള്ളൂ, നമ്മൾ സഹിക്കുക, അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും പോകാനായിട്ട്, അതുകൊണ്ടാണ് അവർ പൊക്കോട്ടെ, നമുക്ക് ഇത്തിരി നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നു. എന്തെങ്കിലും അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോയി. പോകുന്ന വഴിക്ക് ഞാൻ ഒരു കട ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ കടയിൽ ഞാൻ കുറേ നാൾ മുമ്പ് ₹1 കൊടുക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പതുക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് കാറ് കൊണ്ട് അവിടെ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, ₹1 എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ ₹1 എന്ന് പറഞ്ഞു. ഞാൻ മറന്നുപോയതാ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ അത് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ മറന്നു പോതാ, എന്നെ ഒന്ന് ഓർപ്പിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞ് പുള്ളി എന്നെ അത് ഓർപ്പിച്ചു, ഞാനത് കൊടുത്തു. അപ്പം നിനക്ക് പുള്ളിയുടെ സ്വഭാവം ഏതാണ്ട് മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ അത്രയ്ക്കും എന്താ പറയുക, ഇന്നസെന്റ് ആസ് ഇണ്ടാവും. അത്രയ്ക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ആള്. ഭയങ്കര എന്താ പറയുക, ഡെലിക്കേറ്റ് പേഴ്സൺ ആണ്. ഒരു ചെറിയ കാര്യങ്ങളിൽ പോലും ആക്യുറേറ്റ് ആവാനാണ് പുള്ളിയുടെ താല്പര്യം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എന്നോട് പറഞ്ഞു, മറ്റുള്ളവരുടെ ഒരു പൈസ പോലും നമ്മുടെ അക്കൗണ്ടിൽ വരാൻ പാടില്ല, നമുക്കത് നന്മ വരുത്തില്ല, അപ്പം അതുകൊണ്ട് ആരോടൊന്നും കടംപെട്ടിരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നപ്പോഴേക്കും ഞാൻ ഓർത്തു, പുള്ളി എന്നെ വിളിച്ചു. അപ്പം ഞാൻ ഓർത്തു പുള്ളി എന്തെങ്കിലും എന്നെ പറ്റി പറയാനായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ പക്ഷെ പുള്ളി ഒന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്. അപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ പുറത്തു പോകുമ്പോഴും മറ്റുള്ളവരോടും എങ്ങനെ പെരുമാറണം എന്നുള്ളത് പുള്ളി പറയാതെ തന്നെ എൻ്റെ ജീവിതം കൊണ്ട് എന്നെ പഠിപ്പിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ നന്മ വരാനായിട്ട് ഈ വ്യക്തി എനിക്ക് ഒരുക്കി തന്നതാണെന്ന് എനിക്ക് ആ പാട്ട് ഓർമ്മ വന്നു. അങ്ങനെ എൻ്റെ സ്വഭാവത്തിൽ കുറേ ചേഞ്ചസ് വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മെനി ടൈംസ് ഐ ഫെയിൽഡ് മിസറബിളി, ടു ബി ഫ്രാങ്ക് വിത്ത് യു, ബട്ട് അറ്റ് ടൈംസ് ഹി ഹെൽപ്ഡ് മീ എ ലോട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം വീണ്ടും മുന്നോട്ട് പോയി. പുള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനുശേഷം പിന്നെ എന്ത് പറ്റി മാം? പുള്ളിയിൽ നിന്ന് ഒരുപാട് നന്മകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, സാമ്പത്തികമായിട്ടും മറ്റ് എല്ലാ വിധത്തിലും. പുള്ളി അത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളായിരുന്നു, വളരെ പോപ്പുലർ ആയിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നാൾ വളരെ ഭംഗിയായിട്ടെല്ലാം മുന്നോട്ട് പോയി. കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പം പുള്ളിയുടെ ആബ്സെൻസിലും എനിക്ക് പുള്ളിയോടൊന്നും പറയാതെ ഒരു കാര്യങ്ങളും ചെയ്യാതെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രശ്നങ്ങളും വരുന്നതെല്ലാം സോൾവായി കിട്ടുമായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഇനിയിപ്പോൾ പുള്ളിയുടെ ആവശ്യമില്ലല്ലോ, എനിക്കെല്ലാം സ്വന്തമായി ചെയ്യാനുള്ള കഴിവുണ്ട്, അത്യാവശ്യം പണവും സ്വാധീനവും പോപ്പുലാരിറ്റി എല്ലാം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇനി എല്ലാത്തിനും പുള്ളിയെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളിയെ പതുക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട്, ഫ്രണ്ട്ഷിപ്പ് കളയാനല്ല, പക്ഷേ ഒന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുക എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ അങ്ങനെ അല്പം അകന്നു തുടങ്ങി പുള്ളിയോട്. ഞാൻ പറഞ്ഞു വീട്ടിലൊക്കെ സീനാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു.
അപ്പം ഞാൻ പുള്ളിയാണ് എന്നെ എല്ലാത്തിലും ഉപദേശിച്ച് പറഞ്ഞ് ഒക്കെ നടത്തിയിരുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല അഡ്വൈസ് ഒക്കെ തരുമായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് പുള്ളിയുടെ അടുത്ത് ഞാൻ പോവാത്തതുകൊണ്ട് അതൊന്നും കിട്ടാനിടയില്ലല്ലോ. അപ്പം ഞാൻ വീണ്ടും പല പ്രതിസന്ധികളിലും പല കുരുക്കുകളിലും എല്ലാം ചെന്ന് വീഴാനിടയായി. പിന്നീട് സാമ്പത്തികമായിട്ടാണെങ്കിലും രോഗത്തിൻ്റെ അവസ്ഥയിലും മാനസിക വിഷമങ്ങളായിട്ടും എല്ലാം ഒരു പ്രശ്നം തീരുന്നതിന് മുമ്പേ മറ്റൊന്ന് മുന്നിലേക്ക് ഇട്ടുകൊണ്ട് ജീവിതം എന്നെ വീണ്ടും പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും ഞാൻ ഓർത്ത് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. എല്ലാം ശരിയാവും എന്നുള്ള ഒരു പോസിറ്റീവ് വൈബിൽ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ കുറച്ച് നാൾ പോയി കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, ഇത് ഒരു തരത്തിലും അതായത് പുള്ളിയുടെ സ്വഭാവമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയാൽ നീ രക്ഷപ്പെട്ടു എന്ന് എൻ്റെ കസിൻ ഇടയ്ക്ക് പറഞ്ഞ് ഞാൻ ഇതിനെ ഓർത്തായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ അങ്ങനെ ഒരു വഴക്കോ ഒരു കുറ്റം പറയുന്നതോ, അത് കുറ്റം പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കരുത് എന്നോട് പറഞ്ഞേക്കുന്നത്. പറയുന്നതല്ല, അത് കേൾക്കാൻ പോലും. അതുപോലെ വഴക്ക്, കുശുമ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, ദേഷ്യം, അടിപിടി, ബഹളങ്ങളൊന്നും ഇഷ്ടമല്ല ആൾക്ക്. പിന്നെ അവനിൽ നിന്ന് പതുക്കെ അകന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായ വഴിയിൽ കൂടെ നടക്കാം, സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ കുറച്ച് ഫ്രീഡം കിട്ടും, പ്രൈവസി കിട്ടും. ഞാനതങ്ങനെ ആഗ്രഹിച്ചു. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ മൊബൈലെങ്ങാനും കയറി നോക്കിയാൽ അവന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവണ്ടല്ലോ. മൾട്ടി ടാസ്കിങ് ഇഷ്ടമല്ല പുള്ളിക്ക്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് വരുമ്പോൾ ഞാൻ മൊബൈൽ കൊണ്ടുവരാതിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അപ്പം അങ്ങനെ കുറേ എൻ്റെ പ്രൈവസി കുറച്ച് നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു, എൻ്റെ ഫ്രീഡം കുറച്ച് പോകുന്നതല്ല. അപ്പം അതുകൊണ്ട് ഞാൻ പുള്ളിയിൽ നിന്ന് കുറച്ച് അകന്ന് നടക്കാൻ ആഗ്രഹിച്ചു. വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ഓരോ വാതിലുകളും പതുക്കെ തുറന്ന് പുറത്ത് വന്നുകൊണ്ടിരുന്നു, ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ പിരിഞ്ഞതിന് ശേഷം എന്തായിരുന്നു അവസ്ഥ? പിരിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 24/7 എനിക്ക് അവനെ കാണണം എന്നുള്ള ചിന്തയായിരുന്നു. പിന്നെ ഒന്നിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഒരു കാര്യങ്ങൾക്കും എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സ്റ്റേജിലായി കഴിഞ്ഞിരുന്നു ഞാൻ. എനിക്ക് അവനോട് പ്രണയമാണോ സ്നേഹമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. പ്രണയമാണെങ്കിൽ കാണാതിരിക്കാൻ പറ്റില്ല, സ്നേഹമാണെങ്കിൽ പിരിഞ്ഞിരിക്കാം, സംസാരിക്കാതിരിക്കാം, കാണാതിരിക്കാം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. എനിക്ക് അതിനെക്കുറിച്ചൊരു കൺക്ലൂഷനിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. അവൻ ചില സീക്രട്ട് പ്ലേസസിലൊക്കെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും അവനെ കണ്ടെത്തും വരെ തിരയും എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേർന്നു. കാരണം എനിക്കൊരിക്കലും അവനെ പിരിഞ്ഞിരുന്നിട്ട് ഒരു സന്തോഷമില്ല, സമാധാനമില്ല. എൻ്റെ എല്ലാം വീണ്ടും പോയ ശൂന്യതയെല്ലാം തിരിച്ചു വന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് എന്തായാലും ആ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് somehow I wanna restore this fellowship with him, friendship with him. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ 24/7 കാണും വരെ തിരയുന്ന ഞാൻ തീരുമാനമെടുത്തു. അപ്രതീക്ഷിതമായിട്ട് അവനെ കണ്ടുമുട്ടാനിടയായി. എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അപ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു, ഹൗ ഹി വിൽ റെസ്പോണ്ട് ടു മീ. പക്ഷേ പൂർവാധികം സ്നേഹത്തോടെയാണ് അവൻ എന്നെ കൈക്കൊണ്ടത്. വളരെ അവൻ്റെ കണ്ണുകളിലേക്ക് ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. ആ ഒരു സ്നേഹവും കരുതലും, ആ മനസ്സലിവ്, ക്ഷമയോടെയുള്ള കാത്തിരിപ്പ്, ഇതെല്ലാം എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. ഞാൻ ഒരു യോഗ്യതയില്ലാത്ത എന്നെ, എല്ലാ യോഗ്യതകളും ഉള്ള ഒരു വ്യക്തി, ഞാൻ മറന്നിട്ടും എന്നെ കാത്തിരിക്കുന്ന ആ സ്നേഹം എനിക്ക് അതൊരു അമേസിങ് ആയിട്ട് തോന്നി. അപ്പം ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അതുമാത്രമല്ല, ഒരു മൗനാനുരാഗം ഉടലെടുക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിരുന്നു. അവൻ്റെ കണ്ണുകൾ എന്നെ നോക്കി പറഞ്ഞു, എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ, എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു, എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു, മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗ പില്ലോലഭാവം. അവൻ്റെ കണ്ണുകളിൽ എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തിരുന്നെന്നെ നീ, എത്ര
ഇത്രമേൽ എന്നെ സ്നേഹിച്ചു. അവൻ എന്നോട് പറഞ്ഞു, നീ എത്ര ദൂരം എന്നെ വിട്ട് ഓടിയാലും ഒരു ദിവസം നീ എന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഞാനെന്ന് പറഞ്ഞു. നിൻ സ്നേഹം മാറിയില്ല, നീ എന്നെ തള്ളിയില്ല, ഓ നിൻമുഖം മറച്ചതില്ല, വാഗ്ദത്തം മായ്ച്ചതില്ല. ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ ഇത്രയൊക്കെ അവിശ്വസ്തയായിരുന്നിട്ട് ഇത്രയും നാളും ഞാൻ മറന്നുപോയിട്ടും പിന്നെ നിനക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാൻ കഴിയുന്നു എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അവൻ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, കമ്പാരിറ്റീവ്ലി എനിക്ക് ഒന്നുമില്ല, നിനക്ക് പണമുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്, സൗന്ദര്യമുണ്ട്, എന്താ പറയുക, പോപ്പുലാരിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഇതൊന്നുമില്ലാത്ത എന്നെ നിനക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അത് എനിക്ക് പണമുണ്ട്, സ്വാധീനമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ എൻ്റെ അടുക്കൽ വരുന്നവരൊക്കെ എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ കാണാൻ വരുന്നവരാണ്. അത് കണ്ടു കഴിയുമ്പോൾ അവരങ്ങ് എന്നെ വിട്ടു പോവും. അവർക്ക് എന്നെയോ എൻ്റെ സ്നേഹത്തെയോ വേണ്ട. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു. പക്ഷെ നീ അങ്ങനെയല്ല, നിനക്കിപ്പോൾ എൻ്റെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, എന്നിട്ടും നീ എന്നെ തിരക്കി വന്നത് നിനക്ക് എന്നോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ് മാത്രമാണ്. അതാണ് എന്നെ നിന്നിലേക്ക് ആകർഷിച്ച ഘടകം എന്ന് പറഞ്ഞു. കാരണം ഒരു കാണാതെ പോയ നിധി തിരയുന്നത് പോലെ നീ എന്നെ തിരഞ്ഞു. 24/7 എന്നെ തിരയുന്നത് കണ്ടപ്പോൾ എനിക്ക് നിന്നെ മറിഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ സ്നേഹം പ്രണയമായി മാറിയോ? അതെ, ഞങ്ങളുടെ സ്നേഹം പ്രണയമായി മാറിക്കഴിഞ്ഞിരുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു ചെടി നട്ടു. എന്നും അവനാകുന്ന മഴയിൽ കുളിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെടി. ഞാനതിന് പ്രണയം എന്ന് വിളിച്ചു. പ്രണയം അത് ഒഴുകി ചെല്ലുന്നത് ആത്മാവിലേക്കാണ്. അതുകൊണ്ടാണ് പ്രണയത്തിന് മരണമില്ലാത്തത്. പ്രേമം മരണം പോലെ ബലമുള്ളത്. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തേക്ക് എടുപ്പാൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളകയില്ല. He brought me to the banqueting house. His banner over me was love. Intimacy begins always behind the closed doors. We went to a secret place and I closed the door. He embraced me and kissed me. He started speaking to me again and again. Oh my bride, നീ നിന്റെ ഒരു നോട്ടം കൊണ്ട് എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ എത്ര ശ്രേഷ്ഠം, സകലവിധ സുഗന്ധവർഗത്തെക്കാളും നിന്റെ തൈലത്തിൻ്റെ പരിമളം എത്ര രസകരം. നിന്റെ തലമുടി ഗിലയാദിൻ മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയും നിന്റെ കണ്ണ് പ്രാവിൻ കണ്ണുപോലെയും ഇരിക്കുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു. ഐ ഹാവ് ഇൻസ്ക്രൈബ്ഡ് യു ഓൺ ദ പാംസ് ഓഫ് മൈ ഹാൻഡ്സ്. ഞാൻ നിന്നെ എൻ്റെ ഹൃദയത്തിലൊരു മോതിരമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് അവൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും സ്നേഹിക്കുന്നതും കരുതുന്നതും എല്ലാം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എന്ത് ഞാൻ പകരം നൽകും നീ കരുതും കരുതലിനായി. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ പ്രിയനേ, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ്റെ പ്രാണൻ്റെ പ്രാണനാമൻ സ്നേഹമേ, നിന്നിൽ ഞാൻ ചാരിടട്ടെ. നാഥ നീ എൻ സ്വന്തമല്ലേ, പ്രാണപ്രിയ നീ എൻ സർവഭൂമി. അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്നേക്കാൾ എൻ്റെ സാമീപ്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കൊതിച്ചതും അവൻ തന്നെയായിരുന്നു. ഞാൻ അവനുള്ളവൻ, അവൻ്റെ ആഗ്രഹം എന്നോടാവുന്നു. ഞാൻ അവനോട് പറഞ്ഞു, പ്രിയ വരിക, നമുക്ക് ഗ്രാമങ്ങളിൽ പോയി ഗിരാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്തുവോ മാതള നാരകം പൂത്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ പ്രിയ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. ഓ മൈ ഡൗ ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ ക്ലിഫ്. ഓ പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ ശബ്ദമൊന്ന് കേൾക്കട്ടെ, നിന്റെ മുഖമൊന്ന് കാണട്ടെ. നിന്റെ മുഖം സൗന്ദര്യമുള്ളതും നിന്റെ സ്വരം ഇമ്പമുള്ളതുമാവുന്നു എന്ന് പറഞ്ഞു. അവനോട് പറഞ്ഞു, യു ആർ ചീഫസ്റ്റ് among 10,000. There is no one else like you, oh my love.
അനുരാഗത്തിൻ വേളയിൽ സ്വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. ഉലയുന്നുണ്ടേ നെഞ്ചകം നീ മണ്ണിൻ വിസ്മയം, നീ എൻ്റെ മാത്രം, എൻ്റെ മാത്രം. അവൻ എന്നോട് പറഞ്ഞു, നീ ഇനി മുതൽ എൻ്റേതാണ്, എൻ്റേത് മാത്രമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവന് മാത്രം അവകാശപ്പെട്ട എൻ്റെ ഹൃദയമാകുന്ന തോട്ടത്തിന് ചുറ്റും ഞാനൊരു മുള്ളുവേലി തീർത്തിരിക്കുന്നു ഇപ്പോൾ. വി ആർ ഗെറ്റിംഗ് എൻഗേജ്ഡ് നൗ. എന്നെ വിവാഹം ചെയ്യാൻ മണവാളനായി അവൻ വേഗത്തിൽ വരാമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നു. പിരിയിൽ ഇനിയും മരണം വരെയും മാറിൽ ഇനിയും ഞാൻ മാർവിൽ നിന്നും, മാറിൽ ഇനിയും ഞാൻ മാർവിൽ നിന്നും. കൊതിയേറുന്നേ അരികിൽ വരാ, കിടന്നുറങ്ങാം. തളിരേ കുളിരേ എൻ്റെ ജീവൻ്റെ ജീവനായി വാ. തളിരേ കുളിരേ എൻ്റെ ജീവൻ്റെ ജീവനായി വാ. എരിഞ്ഞു തീരട്ടെ ഞാൻ നിനക്കായി, എരിവോടെ അന്ത്യം വരെ. പിരിയില്ല ഞാൻ, സർവം നീ മാത്രം. ഞാൻ ഇത്രയധികം സ്നേഹിക്കുന്ന, പ്രണയിക്കുന്ന വ്യക്തി ആരാന്ന് നിങ്ങൾക്കറിയണ്ടേ? അത് മറ്റാരുമല്ല, എൻ്റെ പരിശുദ്ധാത്മാവാണ്. എൻ്റെ ജീവിതത്തെ കോമയിൽ ഫുൾ സ്റ്റോപ്പിൽ നിന്ന് കോമയിലേക്ക് എടുത്തു വെച്ചവൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് സ്നേഹിപ്പാനും ആരാധിപ്പാനും കൊള്ളാവുന്ന ഒരേ ഒരു വ്യക്തി, നിന്നെ ഒരിക്കലും തേച്ചിട്ട് പോകാത്തവൻ, നീ മറന്നാലും നിന്നെ മറക്കാതെ നിനക്കായി കാത്തിരിക്കുന്നവൻ. ഈ വ്യക്തിയെ നിങ്ങൾക്കും പ്രണയിക്കാൻ കഴിയും. എങ്ങനെയെന്നല്ലേ? ദൈവത്തെ പ്രണയിക്കാവോ? ഇറ്റ്സ് പോസിബിൾ. എങ്ങനെയെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നെറ്റി ചുടിക്കണ്ട. പ്രണയിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് എപ്പോഴും നിന്നെ കാണണം, ആ വ്യക്തി നിനക്കും എപ്പോഴും കാണണം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നീ വരുമ്പോഴാണ് അത് പ്രണയമായി മാറുന്നത്. അതിനു മുമ്പുള്ളതെല്ലാം സ്നേഹമാണ്. സ്നേഹമാവുമ്പോൾ നമുക്ക് കാണാതിരിക്കാം, ഇടയ്ക്കെല്ലാം കാണാം, ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ ചെല്ലാം, വീണ്ടും പ്രാർത്ഥനയിൽ പോവാതെ അവൻ ഇഷ്ടമില്ലാത്തത് ചെയ്തുകൊണ്ട് നിനക്ക് മുന്നോട്ട് പോവാം. പക്ഷേ പ്രണയം തുടങ്ങിയാൽ, സ്നേഹം പ്രണയമായി മാറുമ്പോൾ അത് പറ്റില്ല. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുമെങ്കിൽ അവൻ്റെ സ്വഭാവമായിട്ട് നിനക്ക് ഇണങ്ങിപ്പോവാൻ പറ്റിയാൽ, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ പറ്റിയില്ല ആമോസ് 3:3. അപ്പം ആ രീതിയിൽ നിനക്ക് അവൻ്റെ സ്വഭാവമായിട്ട് ഇണങ്ങിപ്പോവാൻ പറ്റിയാൽ നിൻ്റെ സ്നേഹം അവിടെ തുടങ്ങുകയാണ്. ആ സ്നേഹം കൂടിക്കൂടി വരുമ്പോൾ അത് പ്രണയമായി മാറും. ഈ ലോകത്തിലെ രണ്ട് വ്യക്തികളുടെ കാര്യം എടുത്താൽ അത് തന്നെയാണ്. പ്രണയിക്കുമ്പോൾ നമുക്ക് പിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നീ എവിടെ പോകുന്നു അവിടെ നിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ വരും. എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്യാനും നിനക്ക് ആലോചന പറഞ്ഞു തരുവാനും എല്ലാത്തിനും നിനക്ക് സ്വസ്ഥതയുള്ള, നിൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥം വന്നു അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നിനക്ക് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള പ്രണയം തുടങ്ങുമ്പോഴാണ്. അവൻ്റെ കൂടെ നടക്കുമ്പോൾ അവനോട് സംസാരിക്കണ്ടേ? അതിനുള്ള ഭാഷയാണ് അന്യഭാഷ. അത് നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നീ അതിനായിട്ട് യാചിക്കുക. അതിൻ്റെ ക്വാളിഫിക്കേഷൻ തന്നെ ബേണിംഗ് ഡിസയറാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ, ആഗ്രഹിച്ചാൽ ആ അന്യഭാഷയാൽ ദൈവം നിന്നെ നിറയ്ക്കും. ആ ഭാഷയിൽ നീ മണിക്കൂറുകളോളം അവനോട് സംസാരിക്കുക. ഞാനത് വിശദമായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പക്ഷേ ഈ എപ്പിസോഡ് ലോങ് ആയി പോകുന്നതുകൊണ്ട് നെക്സ്റ്റ് എപ്പിസോഡുകൾ നിങ്ങൾ വാച്ച് ചെയ്താൽ മതി. അതിൽ ഞാൻ എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. നിനക്കിതെല്ലാം അറിയാം, പക്ഷേ ഞാൻ ഏതാണ്ട് അവനെ മറന്ന് പിന്മാറിപ്പോയിരിക്കുന്നു. ഇനി എനിക്ക് ഒരു വേ ഔട്ടില്ല മുന്നോട്ട് വരാനായിട്ട്. അവനുമായിട്ടൊരു പ്രണയബന്ധത്തിലായി തീരുവാനായിട്ട് യാതൊരു വഴിയുമില്ല എന്ന് നീ വിഷമിക്കുന്നെങ്കിൽ നിനക്ക് വഴിയുണ്ട്. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ വേഗം തിരിച്ചു വരൂ. ഹി ഈസ് റെഡി ടു ആക്സെപ്റ്റ് യു ആസ് യു ആർ. ഹി വിൽ നെവർ ലിവ് യു, നോ forsake you.
ഈ എപ്പിസോഡ് ഞാൻ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന 2 വ്യക്തികൾക്കായിട്ട് സമർപ്പിക്കും. ദേ ആർ നോ മോർ നൗ. ഒന്ന് എൻ്റെ അമ്മയാണ്, രണ്ടാമത്തത് എൻ്റെ മെൻറ്ററും എൻ്റെ സ്പിരിച്വൽ ഫാദറുമായിരുന്ന അങ്കിൾ ഡോക്ടർ DGS ദിനകരൻ. 2 പേർക്കായിട്ട് ഈ എപ്പിസോഡിനെ ഞാൻ സമർപ്പിക്കുന്നു. ലവ് യു ഗൈസ്. I'll see you in the next video. Thanks for being with me till the end. ആത്മാവാം ദൈവമേ ഒരു നദി പോലെ ഒഴുകിവാ, ഒഴുകിവാ നീ, ഒഴുകിവാ നീ, ഒഴുകിവാ എന്നിൽ, ഒഴുകിവാ നീ, ഒഴുകിവാ നീ, ഒഴുകിവാ. This is Dea Catherine signing off.